മൗനരാഗം. രചന, അവതരണം ഋതു. വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഒരാഴ്ച കടന്നുപോയി. വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും എപ്പോഴാണെന്ന് ലച്ചു അറിഞ്ഞില്ല. സ്വന്തം വീടിനേക്കാൾ അവൾക്ക് ആ വീട് പരിചിതമായി. ദിവസവും നേരത്തെ എഴുന്നേൽക്കുമെങ്കിലും പരീക്ഷയുടെ പേര് പറഞ്ഞ് ശ്രീഹരി അവളെ ഓടിക്കും. എങ്കിലും തന്നെക്കൊണ്ട് പറ്റാവുന്ന പണികളൊക്കെ അവളും ചെയ്തു കൊടുക്കും. ശ്രീഹരിയുടെ ജീവിതം പതിയെ മാറുകയായിരുന്നു. ലച്ചുവിൻ്റെ ചിരികളിലും സന്തോഷങ്ങളിലും പരിഭവങ്ങളിലും അവൻ വട്ടമിട്ട് പറന്നു. പ്രണയം കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുമെങ്കിലും ഒരിക്കൽ പോലും അത് അവളിൽ അസ്വസ്ഥത പടർത്താൻ അവൻ ആഗ്രഹിച്ചില്ല. രാത്രി വൈകുവോളം പഠിച്ചതിനാൽ രാവിലെ എഴുന്നേൽക്കാൻ അല്പം വൈകി. വാതിൽ കുറ്റിയിടാറില്ല, പാതി ചാരാറേ ഉള്ളൂ. ശ്രീഹരിയുടെ ഉറക്കമെല്ലാം ഹാളിലെ സോഫയിലാണ്. അവൾ അതൊട്ട് അറിഞ്ഞതുമില്ല. പതിവ് പോലെ അപ്പൂസിൻ്റെ ഇക്കിളിപ്പെടുത്തലുകളിൽ നിന്നാണ് ശ്രീലക്ഷ്മി കണ്ണു തുറന്നത്. ഇരു കൈകളിൽ അവനെ വാരിയെടുത്ത് മടിയിലിരുത്തി. ഉറക്കം വരുന്നടാ അപ്പൂസേ, മടിയാവുന്നു. കിടക്ക വിട്ട് എഴുന്നേൽക്കാതെ ലച്ചു അവിടെ തന്നെ ചടഞ്ഞുകൂടി. ലച്ചു! ഒരു താളത്തിലുള്ള വിളി കേട്ടവൾ കട്ടിലിൽ നിന്ന് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. കുളിക്കാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് ഓടിക്കയറി. അവൾ അവിടെ നിന്ന് മാറിയതും അപ്പൂസ് അടുക്കളയിലേക്ക് കുണുങ്ങി ഓടി. എണീറ്റില്ലേടാ നിന്റെ ലച്ചൂസ്? കാലിനിടയിലൂടെ മുഖമിട്ടിഴച്ച് കുറുമ്പ് കാണിക്കുന്ന അപ്പൂസിനെ എടുത്തുയർത്തി അരികിലുള്ള കസേരയിലിരുത്തി ശ്രീഹരി ചോദിച്ചു. അതിനവൻ തൻ്റേതായ ഭാഷയിൽ മറുപടി പറഞ്ഞു. ഒരു മൂളിപ്പാട്ടോടുകൂടി കാബേജ് അരികെയാണ് അവൻ. നല്ല വൃത്തിയോടെയാണ് ഓരോ പണിയും ചെയ്യുക. വാഷ് ബേസിൽ ഒരു പാത്രം പോലും അഴുക്കായി കിടക്കില്ല. സ്ലാബിൽ വീഴുന്ന ഓരോ വേസ്റ്റും ശ്രദ്ധയോടെ എടുത്തു കളയും. കാബേജ് തോരനും ചെമ്മീൻ വരട്ടിയതുമാണ് ഉച്ചയ്ക്ക്. രാവിലെ കഴിക്കാനായി ദോശയ്ക്കുള്ള മാവ് പുളിച്ചു പൊന്തിയിട്ടുണ്ട്. അത് ലച്ചുവിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൂടി അവൻ ചെയ്താൽ മുഖം വീർപ്പിച്ചിരിക്കും പെണ്ണ്. കാബേജ് തോരൻ സ്റ്റൗവിൽ നിന്ന് വാങ്ങി വയ്ക്കുമ്പോഴേക്കും മത്തു പിടിപ്പിക്കുന്ന ഒരു സുഗന്ധം തന്നിൽ വന്ന് നിറയുന്നത് അവൻ അറിഞ്ഞു. ആ ചൊടികൾ വിരിഞ്ഞു വിടർന്നു. പുറകിൽ അവളുടെ സാമീപ്യം അറിഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. ശ്രീയേട്ടാ! ചിണുങ്ങിക്കൊണ്ടവൾ വിളിച്ചു. അത് കേൾക്കാൻ കൊതിച്ച കാതുകൾക്ക് സ്വർഗം കിട്ടിയ പോലെ. പിറകിലേക്ക് വലതു കൈ നീട്ടി തിരിഞ്ഞു നോക്കാതെ തന്നെ മാടി വിളിച്ചു. അവൾ മുന്നോട്ട് വന്ന് സ്ലാബിലേക്ക് ചേർന്ന് നിന്നു. ചായ ഫ്ലാസ്കിലുണ്ട്, എനിക്ക് എടുക്ക് ഒരു ഗ്ലാസ്. വാഷ് ബേസിലെ അവസാന പാത്രവും കഴുകിക്കൊണ്ടവൻ ടർക്കിയിൽ കൈ തുടച്ചു. രാത്രി കുറേ സമയം പഠിച്ചു, അതാ വൈകിയേ, അവൾ കുറച്ച് വെപ്രാളത്തോടെ പറഞ്ഞു. അതിന് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ ലച്ചു? അവൾ ഒന്നും മിണ്ടാതെ 2 ഗ്ലാസ്സിലായി ചായ പകർന്നു. പഠിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ നന്നായി ഉറങ്ങാൻ വേണം. അല്ലേലേ നൂല് പോലായി ഇരിക്കുന്നേ. മര്യാദയ്ക്കൊന്നും കഴിക്കൂല, ഉറങ്ങൂല. അവനൊന്ന് കണ്ണു കൂർപ്പിച്ചു. പറഞ്ഞതൊന്നും തന്നോടല്ലെന്ന മട്ടിൽ അപ്പൂസിൻ്റെ തലയിലൊന്ന് കൊട്ടിയിട്ട് അവൾ ദോശ ചുടാനായി തയ്യാറായി. എന്തേലും പറഞ്ഞ ഇങ്ങനെ മുഖം തിരിച്ചു നടന്നാൽ മതിയല്ലോ. അവൾ അതും കേട്ടില്ലെന്ന് നടിച്ചു. രാവിലെ ഈ വർത്താനമൊക്കെ പതിവായതുകൊണ്ട് അവൾ മറുപടി പറയാനേ നിന്നില്ല. എന്തേലും തിരിച്ചു പറഞ്ഞാൽ പിടിച്ചവൻ ഭിത്തിയിലുരയ്ക്കും. എന്തിനാ വെറുതെ തടി കേടാക്കുന്നേ? എന്നാലും നൂല് പോലെന്നൊക്കെ പറയാവോ? താൻ അത്രയ്ക്കും മെലിഞ്ഞോ? അവൾ ആകെ മൊത്തം ഒന്ന് നോക്കി. ഇത് തന്നെ അധിക. അല്ലാതെ ഘടാഘടിയനെ പോലെ മസിലും പെരുപ്പിച്ച് നടക്കണോ? അവളുടെ ചുണ്ടൊന്ന് കോടി. ഡി, നിന്ന് പിറുപിറുക്കാതെ മുഖത്ത് നോക്കി പറയടി. അവൻ അല്പം കൂടി മുന്നോട്ട് വന്നു. സമയം 8 മണി കഴിഞ്ഞു. ശ്രീയേട്ടന് പോകാൻ നേരമായില്ലേ? പോയി കുളിക്കാൻ നോക്ക്. ചട്ടുകം കൊണ്ട് ചുമലിലൊന്ന് തട്ടി അവൾ ആ ചോദ്യത്തെ തള്ളിക്കളഞ്ഞു. നിനക്കെന്താ, എന്നെ കുളിപ്പിച്ച് കിടത്തണോ? അതു പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ കുസൃതി നിറഞ്ഞു. ലച്ചുവിൻ്റെ നെഞ്ചൊന്ന് തുടിച്ചുപോയി. ഇന്നെനിക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, ലേറ്റാവും, അതാ. തികട്ടി വന്ന പകർച്ച മറക്കാൻ അവൾ മുഖം തുടച്ചുകൊണ്ട് തൻ്റെ പണിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഒരു ചെറു ചിരിയോടെ അവൻ ചായയും എടുത്ത് പുറത്തേക്ക് നടന്നു. ഇന്നലെ രാത്രി ചെറുതായി മഴ പെയ്തതിനാൽ മുറ്റമെല്ലാം നനഞ്ഞിരിക്കുന്നു. അരഭിത്തിക്ക് മുകളിലായി വലിച്ചു നീട്ടി കെട്ടിവെച്ച ചരടിലേക്ക് പടർന്നു കയറിയ മുല്ലച്ചെടികളിൽ മുട്ടുകളും പൂക്കളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അവിടമാകെ വല്ലാത്തൊരു വാസന നിറഞ്ഞു.
ഇറയത്തിന് അറ്റത്തുള്ള ചവിട്ടുപടിയിൽ അവനിരുന്നു. മുന്നിൽ നിരന്നു കിടക്കുന്ന അസംഖ്യം ചെടിച്ചട്ടികളിലെല്ലാം പൂ പിടിച്ചിട്ടുണ്ട്. പല നിറത്തിലുള്ള റോസ്, ഓർക്കിഡ്, ഡാലിയ, ജമന്തി, ആന്തൂറിയം. ഇപ്പോഴെല്ലാം ലച്ചുവിൻ്റെ സംരക്ഷണയിലാണ്. തൻ്റെ ജീവിതവും അതുപോലെ വർണ്ണങ്ങൾ നിറഞ്ഞതാണെന്ന് അവന് തോന്നി. ലച്ചു, ആ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. ഇവിടെ ഇരിക്കുക, കുളിക്കാന്ന് വിചാരിച്ചു ഞാൻ. വേഗം വാ ശ്രീയേട്ടാ, എനിക്ക് വൈകും. അവളുടെ ശബ്ദം കേൾക്കുന്ന ഓരോ നിമിഷവും ഹൃദയം തുടിക്കുന്നത് അവൻ അറിഞ്ഞു. കഴിഞ്ഞ 3 വർഷവും ചിരിക്കാൻ മറന്നിരുന്നു. ഇന്നത് ചുണ്ടിൽ നിന്നും മായുന്നേയില്ല. പക്ഷേ അത് അവളെ കാണുമ്പോൾ മാത്രം, അവളെ കേൾക്കുമ്പോൾ മാത്രം. അന്നത്തെ തുറന്നു പറച്ചിലിന് ശേഷം വിവാഹത്തെക്കുറിച്ച് അവർ മിണ്ടിയതേയില്ല. അവളുടെ മനസ്സ് അതിന് പാകപ്പെടട്ടെ എന്ന് അവനും കരുതി. കുളിച്ച് ഡ്രസ്സും മാറ്റി വന്നപ്പോൾ ടേബിളിൽ കഴിക്കാനുള്ള പാത്രങ്ങൾ നിരത്തുകയായിരുന്നു ലച്ചു. ഇന്ന് ഓട്ടോ ഒന്നുമില്ലേ ശ്രീയേട്ടാ? ഉണ്ടല്ലോ, 10 മണിക്ക് പോയാൽ മതി. വൈകുന്നേരം വരാൻ കുറച്ച് വൈകും, ചിലപ്പോൾ 9 മണിയാകും. മഹേഷിനെ ഇങ്ങോട്ടേക്ക് അയക്കാം, അവനുണ്ടാകും. തോട്ടം വരെ ഒന്ന് പോകണം, കഴിവതും വേഗം വരാൻ നോക്കാട്ടോ. വൈകുമെന്ന് പറഞ്ഞപ്പോൾ മങ്ങി തുടങ്ങിയ മുഖം കണ്ടവനും വല്ലാതായി. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇരുട്ടുന്നതിന് മുമ്പ് വീടെത്തിയിരിക്കും. പണ്ടൊക്കെ 12 മണി ആവാതെ പടി കടക്കാത്തവനാണ്. ചിലപ്പോഴൊക്കെ ബോംബെയിലേക്കും ഹൈദരാബാദിലേക്കും ഓട്ടം പോകാറുണ്ട്. ഇപ്പോൾ അതും നിർത്തി. അവളെ ഒരു രാത്രി പോലും തനിച്ചാക്കാൻ വയ്യ. കിഴക്ക് ഇന്നലെ നല്ല മഴയായിരുന്നു. റോഡൊക്കെ ഒരു വഴിക്കായിട്ടുണ്ടാവും. അല്ലെ മഹിയെ ഏൽപ്പിക്കായിരുന്നു ഓട്ടം. അവനെ കൊണ്ടത് പറ്റില്ല. ദോശ പൊട്ടിച്ച് ചമ്മന്തിയിലേക്ക് മുക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അത് കേട്ടതും ലച്ചുവിൻ്റെ നെഞ്ചൊന്ന് ആളി. ടെൻഷനോടെ മിഴികൾ പിടഞ്ഞു. തന്നെ തുറിച്ചു നോക്കുന്നവളുടെ മുഖം മാറിയതവൻ കണ്ട് പറഞ്ഞു പോയ അബദ്ധം ഓർത്ത് നെറ്റിയിൽ വിരൽ ചേർത്തു. ഇനി താൻ വരുന്നത് വരെ അത് ഓർത്തായിരിക്കും ഇരിപ്പ്. എൻ്റെ കുഞ്ഞെ, 18 വയസ്സ് മുതൽ ഈ കൈകൊണ്ട് വളയം പിടിച്ച് തോട്ടത്തിലേക്ക് പോകുന്നതാ ഞാൻ. എനിക്കറിയാത്ത വഴിയാണോ അത്? കെട്ടുകഴിഞ്ഞാൽ നമുക്കവിടെ പോകാട്ടോ, ഞാൻ കൊണ്ടുപോകാം. അതുവരെ ഉണ്ടായിരുന്ന പകപ്പ് മാറി പകരം നെഞ്ചിൽ ഒരു തണുപ്പ് പടരുന്നത് അവൾ അറിഞ്ഞു. കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തുടിപ്പ് പടരും കവിളുകളിൽ. അവനെ മുഖമുയർത്തി നോക്കാൻ വയ്യാതാവും. വിരൽത്തുമ്പ് പോലും വിറക്കും, മറ്റെല്ലാം മറക്കും. അതവനും അറിയാം. ടെൻഷനും പിടിച്ച് അങ്ങനെ ഇരുന്നാൽ ഇന്നത്തെ എക്സാമിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അതിനേക്കാൾ നല്ലത് ഇതാണ്. പെണ്ണിൻ്റെ ചുവപ്പ് രാശി പടർന്ന കവിളിണയിലേക്ക് കൊതിയോടെ നോക്കിക്കൊണ്ടവൻ മിഴികൾ മാറ്റി. ലച്ചു പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റു. ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ ശ്രീഹരി റൂം പൂട്ടി വന്നു. കോളേജിലേക്ക് വിടാം, വാ. അവൾ എതിർത്തില്ല. ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഗേറ്റ് കടന്നൊരു ഇന്നോവ കാർ ഇരമ്പലോടെ മുറ്റത്ത് വന്നു നിന്നത്. അവൾ പെട്ടെന്ന് ബുള്ളറ്റിൽ നിന്നിറങ്ങി. ശ്രീഹരി വണ്ടി ഓഫ് ചെയ്തുവെങ്കിലും 2 സൈഡിലുമായി കാൽ കുത്തിയിരുന്നു. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഡോർ തുറന്ന് രാജശേഖരൻ പുറത്തേക്കിറങ്ങി. തൻ്റെ പാൻറ് വലിച്ചു നേരെയാക്കി. പോകാനിറങ്ങിയതായിരുന്നോ? ഒരു സൗഹൃദ സംഭാഷണത്തിന് അയാൾ തുടക്കമിട്ടു. ശ്രീഹരി ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവർക്കടുത്തേക്ക് നടന്നു വരുമ്പോൾ അയാൾ ലച്ചുവിനെ നോക്കി പരിചയഭാവത്തിൽ ഒന്ന് ചിരിച്ചു. അവൾ തിരിച്ചു. എനിക്ക് അത്യാവശ്യമായി കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നല്ലോ ശ്രീഹരി. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതാ, പിന്നെ ആവട്ടെ. അവൻ തിരിഞ്ഞ് ലച്ചുവിനോട് കയറാൻ കണ്ണു കാണിച്ചു. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. ഹൈക്കോർട്ടിൽ നാളെ ഒരു വാദമുണ്ട്. ജൂനിയേഴ്സ് പോയാൽ ശരിയാവില്ല. അപേക്ഷാസ്വരത്തിൽ പറഞ്ഞുവെങ്കിലും അവസാനത്തെ വാചകം അവസാനിപ്പിച്ചത് ലച്ചുവിൻ്റെ മുഖത്ത് നോക്കിയായിരുന്നു. ശ്രീഹരിക്കാകട്ടെ വലിയ ഭാവമാറ്റമൊന്നുമില്ല. ലച്ചു, അവനൊന്ന് വിളിച്ചു. ശ്രീയേട്ടാ, ഞാൻ പോയിക്കോളാം. ബസ്സിന് സമയമാകുന്നേ ഉള്ളൂ. ഒരാവശ്യം പറഞ്ഞ് ഒരാൾ വന്നിട്ട് അത് കേൾക്കാതെ തിരിച്ചയക്കുന്നത് എങ്ങനാ? അവൻ രൂക്ഷമായി അവളെ നോക്കി. പ്ലീസ്. കേണുകൊണ്ട് അവളുടെ ചുണ്ട് ചലിച്ചു. ഞാൻ പോയിക്കോളാം. വേണ്ട, നീ കയറ്, ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാം. നടന്നു പോണ്ട. ഒരു തീർപ്പ് പോലെ അവൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാക്കി. 10 മിനിറ്റ്. രാജശേഖരൻ്റെ മുഖത്ത് നോക്കിയത് പറഞ്ഞതും അയാൾ തലയാട്ടിക്കൊണ്ട് ഒരു വശത്തേക്ക് മാറി നിന്നു. ശ്രീലക്ഷ്മി കയറിയതും കനത്ത ശബ്ദത്തോടെ അവൻ്റെ ബുള്ളറ്റ് മുന്നോട്ട് കുതിച്ചു. ലച്ചു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു. പറയുന്നത് കേൾക്കാൻ അവൾ അല്പം മുന്നോട്ടാഞ്ഞിരുന്നു. നമുക്കിടയിലേക്ക് ആര് വന്നാലും നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ അവരെ പരിഗണിക്കേണ്ടു.
അതാര് തന്നെയായാലും. കേട്ടല്ലോ. അവൻ്റെ ശബ്ദം വല്ലാതെ കടുത്തു പോയിരുന്നു. മൂളിക്കൊണ്ടവൾ തലയാട്ടിയതേയുള്ളൂ, മറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കൊണ്ടുവിടാ ലച്ചു. ബസ് സ്റ്റോപ്പിനടുത്തായി വണ്ടി നിർത്തുമ്പോൾ ശ്രീഹരി ഒന്നുകൂടെ പറഞ്ഞു. വേണ്ടെന്നേ, സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്റ്റഡി ലീവാ, തിരക്കുണ്ടാവില്ല, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അവൾ ചിരിയോടെ നിന്നു. അവനത് പിടിച്ചില്ല. മുഖം കനത്ത് തന്നെയുണ്ട്, കൊച്ചു കുട്ടികളെ പോലെ. ചിരി വരുന്നുണ്ടായിരുന്നു ലച്ചുവിന്. എന്നാ ബസ് വന്നിട്ട് ഞാൻ പോകാം. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അവൾ ശാസനയോടെ കയ്യിൽ പിടിച്ചു. ശ്രീയേട്ടാ, ഞാൻ ആദ്യമായിട്ടല്ല ബസ്സിന് പോകുന്നേ. 18 വയസ്സ് മുതൽ ബസ്സിൽ കുത്തിത്തിരുകി പോകുന്ന ഞാനാ. എനിക്കറിയാത്ത വഴിയൊന്നുമല്ല. അവൾ ഇടക്കണ്ണിലൂടെ നോക്കിക്കൊണ്ട് കളിയായി പറഞ്ഞു. ഈ തേവാങ്കെ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. മീശ പിരിച്ചുകൊണ്ട് ശ്രീഹരി നോക്കി പേടിപ്പിച്ചു. ഒന്ന് പോ ശ്രീയേട്ടാ, എനിക്കൊരു പ്രശ്നവുമില്ല. വന്നവരെ വെറുതെ മുഷിപ്പിക്കണ്ട. അതും പറഞ്ഞവൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. ശ്രീഹരി ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. എന്തൊരു ചേലാണ് പെണ്ണിന്. നോക്കിയിട്ടും കൊതി തീരാത്ത പോലെ. വണ്ടി തിരിക്കുമ്പോൾ ഒരു നറുപുഞ്ചിരി അവനിൽ നിറഞ്ഞു കത്തി. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ശ്രീഹരിയെ നോക്കി നിൽക്കുകയായിരുന്നു അവളും. ബസ് സ്റ്റോപ്പിൽ അധികം ആളുണ്ടായിരുന്നില്ല. വാച്ചിൽ സമയം നോക്കിയപ്പോൾ ബസ് വരാൻ ഇനിയും 5 മിനിറ്റുണ്ട്. ഡാ അജു, ഒന്ന് എണീറ്റ് നോക്കിയടാ. സീറ്റിലേക്ക് ചാരി കിടക്കുന്ന അർജുനെ വിമൽ തട്ടി വിളിച്ചു. റിമാൻഡ് കഴിഞ്ഞ് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ അവൻ. ദേവന്റെ പറമ്പിൽ നിന്ന് മൂക്കുമുട്ടെ പട്ടയടിച്ചിട്ട് രാത്രി മുഴുവൻ ബോധം കെട്ടുറങ്ങി. അതിൻ്റെ കെട്ട് ഇനിയും ഇറങ്ങിയിട്ടില്ല. എന്തോ നാടാ, മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കൂലേ. വെയിലടിക്കാതിരിക്കാൻ മുഖത്തിട്ട ബനിയൻ ഒന്നുകൂടെ കയറ്റിവെച്ച് കണ്ണുകൾ അടച്ചു. അതല്ലടാ, നോക്ക്, ബസ് സ്റ്റോപ്പിൽ ആ ശ്രീഹരിയുടെ പെണ്ണ്. വിമൽ ടിപ്പറിൻ്റെ ഡോർ തുറന്ന് ഒരു കാൽ പുറത്തേക്ക് ഇട്ട് ഇരുന്നു. സീറ്റിലേക്ക് ചാരിക്കിടന്ന അർജുൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കി. ആ പച്ച ചുരിദാർ. അർജുൻ്റെ കണ്ണുകൾ ലച്ചുവിനെ ആകെ മൊത്തം ഒഴിഞ്ഞു. ഒരു ദിശയിലേക്ക് തന്നെ നോക്കി നിൽപ്പാണ്. ഇടയ്ക്കിടെ വാച്ച് നോക്കുന്നുണ്ട്. ഇടത് കൈവിരലുകൾ കൊണ്ട് ബാഗിൻ്റെ സ്ട്രാപ്പ് മുറുക്കെ പിടിച്ചു വലിക്കുന്നു. അവൻ കണ്ണുകൾ ഇറുക്കിക്കൊണ്ട് അവളെ ഒന്നുകൂടെ നോക്കി. കൊള്ളാലോടാ, ഇങ്ങനെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചില്ലേ? എങ്ങനെ ശ്രദ്ധിക്കാനാ? ഇങ്ങോട്ട് വരുന്ന പിള്ളേരെ തന്നെ മര്യാദയ്ക്ക് നോക്കാൻ സമയമില്ല. ഇതാ തടിമില്ലിലെ പണിക്ക് പോകുന്ന വിജയനില്ലേ, അയാളുടെ ഭാര്യയുടെ 1-ാം കെട്ടിലെ മോളാ. നല്ല പൊന്നു മോള്. കൊള്ളാലോ പെണ്ണ്. പക്ഷേ ആ ശ്രീഹരിക്ക് ഇവൾ മതിയാകുമോടാ? ഇതൊരു കൊച്ചു പെണ്ണല്ലേ. താടി ഒഴിഞ്ഞുകൊണ്ടവൻ ഊരിവെച്ച ഷർട്ട് എടുത്തിട്ടു. അജുവേട്ടനെന്ന് റിമാൻഡിലായപ്പോൾ 2 എണ്ണത്തിനെയും കയ്യിൽ കിട്ടിയതാ. അതിനുള്ള പണിയാ ചെയ്തത്. പക്ഷേ അവൻ 4 കാലിൽ വീണു. ആ പെണ്ണിനെയും കൊണ്ട് അങ്ങ് പോയി. സത്യം പറയാലോ, അത് കണ്ട് ഞാൻ ഒന്ന് ഞെട്ടിയതാ. പെണ്ണിനെ കണ്ട മുഖം തിരിക്കുന്നവൻ ഇവളുടെ കയ്യും പിടിച്ച ആ റൂമിൽ നിന്ന് ആൾക്കാരുടെ മുന്നിൽ കൂടെ ഇറങ്ങിപ്പോയത്. പോരാത്തതിന് അതിന് പിറ്റേന്ന് ഇവളെ എന്തോ ചൊറിഞ്ഞെന്നും പറഞ്ഞ് ആ മണിയനെ പഞ്ഞിക്കിട്ടു. നടുവെട്ടി കിടപ്പ അയാൾ. വിമൽ ലച്ചുവിൽ നിന്ന് കണ്ണു മാറ്റാതെ പറഞ്ഞു. അപ്പോൾ ഇവളെ തൊട്ട അവന് പൊള്ളുമല്ലേ? അവൻ നിന്ന് കത്തും. 2 പേരും പരസ്പരം നോക്കി ചിരിച്ച് കണ്ണിറുക്കി. അപ്പോൾ ഞാനൊന്ന് ആളി കത്തിക്ക അല്ലേടാ? പിന്നല്ല. അർജുൻ ഷർട്ടിൻ്റെ കൈ തെറുത്ത് കയറ്റി ഡോർ തുറന്ന് താഴെ ഇറങ്ങി. അവൻ്റെ കൂടെ വിമലും. 2 പേരും റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിനടുത്തെത്തി. പരീക്ഷയുടെ ടെൻഷനും ഓർത്തിരിക്കുന്ന ലച്ചു അവരെ കണ്ടതുമില്ല. അവൾ നിൽക്കുന്നതിന് തൊട്ടു പിറകിലുള്ള ചായക്കടയിലേക്ക് 2 പേരും കയറി നിന്നു. അല്ല, ഇതാര്, അർജുനോ? എപ്പോൾ ഇറങ്ങി? ചായക്കടയിലെ കൗണ്ടറിലിരിക്കുന്ന രമേശൻ പരിചയം പുതുക്കി. ഇന്നലെ ഇറങ്ങി രമേശേട്ടാ. അതിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു രാത്രി. കെട്ടുവിട്ടില്ലെന്നേ. കൈ 2 മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അർജുൻ തെല്ലുറക്കെ പറഞ്ഞു. അല്ലേലും ജയിലെനിക്ക് അച്ചുവീട് പോലാ. ഇവിടെ മടുക്കുമ്പോൾ ഒരു സുഖവാസത്തിനങ്ങ് പോകും. രമേശൻ ചിരിയോടെ തലയാട്ടിയപ്പോൾ വിമൽ കൗണ്ടറിൽ അടുക്കി വെച്ചിരുന്ന ഭരണിയിൽ നിന്ന് ഒരു കടലമിഠായി എടുത്ത് വായിലേക്കിട്ടു. എന്നാലും ഞാനില്ലാത്ത കുറച്ച് ദിവസം ഇവിടെ എന്തൊക്കെയാ നടന്നത് രമേശേട്ടാ?
വിമലെ, ചിലരൊക്കെ നല്ല യോഗമുള്ളവരാടാ. കണ്ണടച്ച് തുറക്കുമ്പോഴല്ലേ നല്ല കിളി പോലത്തെ പെണ്ണിനെ കയ്യിൽ കിട്ടുന്നേ. അവൻ്റെയൊക്കെ ഒരു യോഗം. നമ്മളൊക്കെ എത്ര നോക്കിയാലും സെക്കൻഡ് ഹാൻഡിനെ കൈ വരുള്ളൂ. ഇത് കണ്ടിട്ട് ഫീൽഡ് പുതിയതാ, അധികം ഓടിയിട്ടില്ല അല്ലേടാ. നല്ല പഴുത്ത പച്ചക്കിളി. അർജുൻ അല്പം മുന്നോട്ടും നിന്ന് മുണ്ട് മാടിക്കുത്തി ബസ് സ്റ്റോപ്പിനകത്തേക്ക് ചാടിക്കയറി. അവരുടെ സംസാരം കണ്ണുകൾ അടച്ചു കേട്ട ശ്രീലക്ഷ്മി പെട്ടെന്ന് പിറകിലോട്ട് ഞെട്ടിപ്പിടഞ്ഞു മാറി നിന്നു.